ഹായ്. ഇന്നത്തെ ഒരു ദിവസം തുടക്കം തന്നെ പാളിപ്പോയി, ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷമാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ എന്താണ് പാളിപ്പോയതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണാം. എന്തൊക്കെയായിരുന്നു അതിന് ശേഷം നടന്നതെന്ന് കാണാം. പാളിപ്പോയത് വേറെ ഒന്നുമല്ല കേട്ടോ. ഇത് തന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ഇത് കണ്ടോ, ഇടിയപ്പത്തിന് കുഴച്ച മാവെടുത്ത് ഞാൻ കളഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ചിലേക്കിട്ട് പിഴിയുമ്പോൾ വെള്ളം മാത്രമാണ് പുറത്തേക്ക് വന്നത്. ഒടുവിൽ ഓടിച്ച് ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ബാക്കിയെല്ലാം റെഡിയാക്കിയിട്ട് പിന്നെ അതിനുള്ള ശേഷം അപ്പോഴേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്തായാലും അങ്ങനെ പച്ചവെള്ളത്തിൽ കുഴയ്ക്കാവുന്ന ഇടിയപ്പപ്പൊടി തന്നെ കിട്ടി, പൊൻകതിറിൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ വേഗം കുഴച്ച് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റി. കാരണം തിളച്ചവെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിച്ച് ചൂടൊക്കെ ആറി വന്നിട്ട് വേണ്ടേ കൈ കൊണ്ടൊക്കെ ഒന്ന് കുഴച്ച് വരാനായിട്ട്. ഇത് പച്ചവെള്ളം ആയതുകൊണ്ട് തന്നെ ആ പ്രശ്നം ഉണ്ടായില്ല. സ്വല്പം നെയ്യൊക്കെ ചേർത്തിട്ട് ഞാൻ കുഴച്ച് കേട്ടോ. പിന്നെ തേങ്ങാവെള്ളത്തിൻ്റെ അളവ് തേങ്ങയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തുറയ്ക്കൊന്ന് പോയി. തൃപ്പൂണിത്തുറ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരാളെ കാണണം. പിന്നെ അവിടെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഞാൻ അമ്പലത്തിൽ. ആമയുടെ സർപ്പത്തിൻ്റെ അമ്പലമാണ്. അമ്പലത്തിനോട് ചേർന്നൊരു കായലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ് അവിടെ. ഒരു പ്രത്യേക സുഖം അവിടെ ചെന്ന് കഴിഞ്ഞാൽ. തണുത്ത കാറ്റും വെള്ളവും സൂര്യാസ്തമനവും എല്ലാം കാണാൻ പറ്റും. പിന്നെ തൊഴുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഒരു നല്ല രസമുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് ഇപ്പോൾ ഇത്. തൃപ്പൂണിത്തുറ പുതിയ ഭാഗത്തിനടുത്താണ് ആമയുടെ ക്ഷേത്രം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ആളെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. പിന്നെ തൃപ്പൂണിത്തുറ വേറൊരു പ്രത്യേകത ഞാനിപ്പോൾ കണ്ടെന്താണെന്ന് അറിയോ, ഓണം വന്നിട്ടുണ്ട്. എല്ലായിടത്തും തന്നെയൊക്കെ തുണികളൊക്കെ ആയി വരണേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ആദ്യം ചെയ്തത് തൃപ്പൂണിത്തുറയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്തുമാത്രം തുണികളാണ് അവിടെ ഉള്ളതെന്നറിയോ. ഓരോ കടകളും കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവും. പുതിയ പുതിയ ഐറ്റംസൊക്കെ പണ്ടേന്ന് പറഞ്ഞ പോലെ അവർ വരുത്തി കഴിഞ്ഞേക്കണം ഇവിടെ. വടപ്പള്ളി ബൈപ്പാസ് ആണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കായിരുന്നു, ഒരു രക്ഷ ഉണ്ടായില്ല. വൈറ്റില മേൽപ്പാലം, മുകളിൽ മെട്രോ, പിന്നെ വീട്ടിലേക്ക് കടന്നാൽ വൈറ്റില ബസ് സ്റ്റാൻഡ് എല്ലാം കൊണ്ട് ചേർന്ന തിരക്കാണ്. വൈറ്റില എത്തിക്കഴിഞ്ഞപ്പോൾ എവിടെ നോക്കിയാലും തിരക്കായിരുന്നു. 4 മണിക്ക് ഇറങ്ങിയെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ തിരക്കിക്കൂടെയൊക്കെ ഒരു കണക്കിൽ നീന്തി തുഴഞ്ഞ് ഞങ്ങൾ തൃപ്പൂണിത്തുറ എത്തി എന്നുള്ളതാണ്. ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വോയിസ് കൊടുക്കാൻ സാധിക്കാറില്ല. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. വണ്ടിയുടെ പുറമേ നിന്നുള്ള ഒച്ചയും ബഹളവും. പിന്നെ വണ്ടിയുടെ ഉള്ളിലാണെങ്കിലും പാട്ട് വയ്ക്കും. പിന്നെ നമുക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ മാറ്റാൻ നിൽക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ വീഡിയോ എടുത്തതിന് ശേഷം സൗണ്ട് കൊടുക്കുന്നത്. ഇത് തൃപ്പൂണിത്തുറ നടക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. ഇപ്പോൾ ആമയുടെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞേക്കാണ്. ഇത് ചെറിയൊരു റോഡാണ് കേട്ടോ. ഈ റോഡ് വഴി ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് ആമയുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൻ്റെ അങ്ങനെ സൈഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു കായലുണ്ടെന്ന്. അതിൻ്റെ തീരത്തേക്ക് വലിയ ഗ്രൗണ്ട്, ഒരുപാട് സ്ഥലമൊക്കെ ഉള്ള അമ്പലമാണിത്. അപ്പോൾ അതിനടുത്ത് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാം. പിന്നെ ഇതേമാതിരി ഈ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു റിനോവേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിട്ടാണ് വലിയ കരിഞ്ചോലകളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടു. അതിനുശേഷം ഞങ്ങൾ അകത്ത് പോയി തൊഴുതു തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നല്ല സുഖം ഇവിടെ നിൽക്കാനായിട്ട്. നല്ല കാറ്റുമൊക്കെ ഉണ്ട്. പിന്നെ അസ്തമനം കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ ഒന്ന് ചിലവഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മടങ്ങി പോകുന്നത്. അതെ.
ഹോസ്പിറ്റലിൽ വന്നതാണ് കേട്ടോ. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ കുറൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ കയറി തിരിച്ച് വീണ്ടും മടങ്ങുകയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ തൃപ്പൂണിത്തുറയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് കണ്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. ഡ്രസ്സുകളൊക്കെ നല്ല പുതുപുത്തൻ ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ എല്ലാം എല്ലാ കടയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ശരിക്കും വാങ്ങിക്കണം എന്നുള്ളവർക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് പുതിയ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് എനിക്ക് മനസ്സിലായത്. തൃപ്പൂണിത്തുറയിൽ വന്നാൽ പൂർണ്ണത്രയീശനെ കാണണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പൂർണ്ണത്രയീശനെയും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. അപ്പോൾ ഇതാണ് പൂർണ്ണത്രയീശൻ്റെ അമ്പലമാണ് ഈ കണ്ടത്. പിന്നെ വരുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് മസാല ദോശയൊക്കെ കഴിച്ചു. കുഴപ്പമില്ലാത്ത റേറ്റും സാധനങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ്. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ നമ്മളുടെ ഷോർട്ട് വീഡിയോസ് ഒരുപാട് നല്ല രസകരമായ ഷോർട്ട് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം. പിന്നെ ഈ ദോശയെപ്പറ്റി പറഞ്ഞില്ല, ഇത് പനീർ മസാല ദോശയാണ് കേട്ടോ.